ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ, നല്ല മഴയാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു നിശ്ചയത്തിന് പോകാനുണ്ട്. എൻ്റെ മൂത്ത മാമൻ്റെ മോൻ്റെ നിശ്ചയമാണ്. അപ്പോൾ രാവിലെ എണീറ്റപ്പോഴത്തേനും ഫങ്ഷനൊക്കെ കുളമാകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ മഴ മാറി കേട്ടോ. അപ്പം മക്കളൊക്കെ നല്ല ഉറക്കമാണ്. മക്കളെന്ന് പറയാൻ മോളേ ഉള്ളൂ. മോന് അനിയത്തിയുടെ കൂടെ വെക്കേഷൻ ആഘോഷിക്കാൻ ഒരാഴ്ചത്തേക്ക് പോയേക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഫങ്ഷന് പോകുന്ന അന്ന് രാവിലെ എണീറ്റ് ഇതേപോലെ പച്ചമഞ്ഞളിലെ നാരങ്ങയുടെ തോട് അതിങ്ങനെ മലർത്തിയെടുത്തിട്ട് മുക്കിയിട്ട് ഫേസൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും. ഒരു 10-15 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം ഡ്രൈ ആകാൻ വിടും. എന്നിട്ടത് വാഷ് ചെയ്ത് കളയും. നല്ലൊരു ചേഞ്ചാണ് അന്നേരം ഉണ്ടാകുന്നത്. ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. ആമിക്കുട്ടിയെ മേക്കപ്പൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അവൾക്ക് ലിപ് ബാം ഇട്ട് കൊടുത്തുകൊണ്ടാണ് ചുണ്ട് അങ്ങനെ പിടിച്ചിരുന്നത്. അപ്പോൾ ആ ലിപ്സ്റ്റിക്ക് ഞാൻ വാങ്ങിയതല്ല കേട്ടോ, ഒരാൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ പുള്ളിക്കാരത്തി അത് ഉപയോഗിക്കാത്തത് കൊണ്ട് എനിക്ക് തന്നു. എല്ലാ കളറും ഉണ്ട് കേട്ടോ. 12 കളറുണ്ടായിരുന്നു. 2 കളർ അവരെടുത്തു, 10 കളർ എനിക്ക് തന്നു കേട്ടോ. ഞാൻ ഹാപ്പിയായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുവാണ്. അപ്പോൾ ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആമിക്കുട്ടിക്ക് പിന്നെ എവിടെയെങ്കിലും പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ തുള്ളലാണ്. പിന്നെ അവൾക്ക് ഒരുങ്ങി ഉടനെ തന്നെ യാത്ര പോകണം കേട്ടോ, അതാ തുള്ളിയത്. അപ്പോൾ ഞങ്ങൾ ഓട്ടോ വന്നു, ഓട്ടോയിൽ കയറിപ്പോയി, ബസ്സിൽ കയറി. ആമിക്കുട്ടിക്ക് ഒരു ശീലമുണ്ട് കേട്ടോ. ഞങ്ങൾ വണ്ടാനം ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങിയൊരു ശീലമാണ്. രാവിലെ ഒന്നും കഴിക്കാതെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഇവൾക്ക് ഫ്രൂട്ടിയും വടയൊക്കെ മേടിച്ചാണ് ബസ്സിൽ കയറുന്നത്. അപ്പോൾ ഇവൾക്കത് അറിയുകയും ചെയ്യാം കേട്ടോ. ബാഗിനകത്തിൽ തപ്പും. ഇന്ന് ഞാനത് വാങ്ങിയില്ല, കാരണം ആ ശീലം ഒന്ന് മാറ്റണമല്ലോ എന്ന് വിചാരിച്ചു. ഭയങ്കര കരച്ചിലായിരുന്നു. ഭാഗ്യത്തിനൊരു പനങ്കൽക്കണ്ടം വിൽക്കുന്ന ആൾ വന്നു, അത് വാങ്ങിക്കൊടുത്തത് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നേ. അപ്പോഴത്തേക്കും ഞങ്ങളിപ്പം ചെക്കൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ചെക്കൻ്റെ വീട്ടിൽ വെച്ചാണ് നിശ്ചയം കേട്ടോ. ഇതാണ് ചെക്കൻ. അപ്പോൾ വെൽക്കം ഡ്രിങ്കായിട്ട് നമ്മളുടെ ഈ മാതള നാരങ്ങയും ഈ കസ്കസും ഒക്കെ ഇട്ടൊരു ജ്യൂസ് ഉണ്ടായിരുന്നു. ഇതെൻ്റെ അമ്മയുടെ അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ നിശ്ചയത്തിൻ്റെ സമയമായപ്പോഴത്തേനും എല്ലാവരും എത്തി. വലിയ ലോങ്ങായിട്ട് ഉള്ളൊരു കല്യാണമല്ല, കാരണം ചിങ്ങത്തിൽ കല്യാണം ഉള്ളതുകൊണ്ടാണ് ചെറുക്കൻ്റെ വീട്ടിൽ വെച്ച് നിശ്ചയം നടത്തുന്നത് കേട്ടോ. 2 വർഷത്തിനൊക്കെ ശേഷമാണെങ്കിൽ പെണ്ണിൻ്റെ വീട്ടിൽ വെച്ച് ഗ്രാൻഡായിട്ടായിരിക്കും നിശ്ചയം നടത്തുന്നത്. ഇപ്പം ഉടനെ ഉള്ളതുകൊണ്ട് നമ്മളുടെ ചെക്കൻ്റെ വീട്ടിൽ വെച്ചാണ്. ഇതെൻ്റെ അനിയത്തിയും കുഞ്ഞുമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും നിശ്ചയം അതിൻ്റെ ഡേറ്റ് കുറിക്കുവാണ്. അതിങ്ങനെ ഒച്ചത്തിൽ വായിച്ച് കേൾപ്പിക്കും, അതിൻ്റെ നേരക്കുറിപ്പടിയെ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് എല്ലാവരും നിൽക്കുവാണ്. അപ്പോൾ ഞാനെപ്പോഴും ഷോർട്ട് വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കസിൻസും റിലേറ്റീവ്സും ഒക്കെയാണ്. അപ്പച്ചി, കുഞ്ഞമ്മ, മാമിമാർ ഒക്കെ ഉണ്ട്. എനിക്ക് 5 മാമന്മാരാണ്. അവരെയൊക്കെ ഭാര്യമാരും മക്കളും ഒക്കെ ഉണ്ട്. പിന്നെ ഇവർക്ക് എവിടെ വന്നാലും കാർട്ടൂൺ കാണലാണല്ലോ പരിപാടി. അവർക്ക് പ്രത്യേകം ചോറൊക്കെ കൊടുത്തു. ഇലയിൽ ഇരുത്തിയാൽ ഇലയെല്ലാം വാരിക്കളയും കേട്ടോ. അപ്പോൾ ഞങ്ങളും സദ്യ കഴിക്കാനിരുന്നു. ഞാനും അനിയത്തിയും കൂടിയാണ് സദ്യ കഴിച്ചത്. അപ്പോൾ നമ്മുടെ ഇവിടെ ചെറുപയർ വെച്ചുള്ളൊരു പരിപ്പാണ്. ചില സ്ഥലത്ത് തൂമര വെച്ചിട്ടായിരിക്കും പരിപ്പ് കേട്ടോ. അപ്പോൾ പായസം ഉണ്ടായിരുന്നു, 2 തരം ഉണ്ടായിരുന്നു. അടപ്രഥമനും സേമിയ ഉണ്ടായിരുന്നു. എനിക്ക് പപ്പടവും പഴവും ഒക്കെ കുഴച്ച് കഴിക്കാൻ വലിയ ഇഷ്ടമായി അടപ്രഥമൻ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് ബസ്സിനാണ് പോരുന്നത്. അനിയത്തി അനിയനും ഉണ്ട് കേട്ടോ. വെയിലായത് കാരണം കടയിൽ കയറി നിന്നതാണ്. അപ്പോൾ അവർ വീട്ടിലേക്ക് വന്നു. പിന്നെ ചായയൊക്കെ ഇട്ട് കുടിച്ച് 5 മണിയൊക്കെ ആയപ്പോഴാണ് അവർ തിരിച്ചു പോയത്. അവരിന്ന് പോകത്തില്ലായിരുന്നു, കാരണം അനിയന് ജോലി ഉള്ളതുകൊണ്ട് അവർ വൈകിട്ട് അങ്ങ് പോയി. അപ്പം ആമിക്കുട്ടിയും നമ്മുടെ ആദിമോനും കണ്ടു കഴിഞ്ഞാൽ അവർ രണ്ടുപേരോടാണ് കളി കേട്ടോ. അവർ രണ്ടും നല്ല ഇണക്കത്തിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ബൈ ബൈ.